അങ്ങനെ ശബരിമലയിൽ കുറച്ച് പോലീസുകാർ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ഫ്രീ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ആയിക്കോട്ടെ ഒരു ഫോട്ടോ എടുക്കാൻ അധികം സമയമൊന്നും ആകത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവും. ഈ വന്ന കാലത്ത് ഒരു ഫോട്ടോ എടുക്കാൻ ഒരു മൊബൈലുമായിട്ടൊക്കെ ചെന്നിട്ട് ഒരു സ്ഥലത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാൻ എന്തോരം നേരം എടുക്കും? കുറച്ച് സമയം. അവരുടെ ഒരു ജോലിക്കിടയിൽ എന്തൊരു ടൈറ്റ് ഡ്യൂട്ടിയാണ്. ഏറ്റവും പാടുപെട്ട ഡ്യൂട്ടികളൊന്നായിരിക്കും ചിലപ്പോൾ ശബരിമല. അത്രയും ക്രൗഡിനെ മാനേജ് ചെയ്യണം, അവരെ സഹായിക്കണം. ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്ന പോലീസുകാർ ഒരു ഫോട്ടോ എടുത്തപ്പോൾ എന്തൊക്കെ ബഹളമാണ്. പോലീസുകാർക്ക് ഇത് തന്നെ വേണം. കാരണം വയനാട്ടിൽ ഇതുപോലെ എടുത്തപ്പോൾ പട്ടാളക്കാരുടെ ഇടയിൽ നിന്ന് പട്ടാള വേഷം കെട്ടി ഫാൻസി ഡ്രസ്സുകാർ ഫോട്ടോ എടുത്ത് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മനസ്സിലായോ, റെസ്ക്യൂ ഓപ്പറേഷൻ ലോകത്താദ്യമായിട്ട് തടസ്സപ്പെട്ടപ്പോൾ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞ് എന്നെ പിടിച്ചുകൊണ്ട് പോയി ഫോട്ടോ എടുത്തവരെ അവർ, മനസ്സിലായോ? അത് കണ്ടോ എങ്ങനെയുണ്ട്? അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ അവർ ഫോട്ടോ എടുത്തതിനകത്ത് എന്ത് തെറ്റാണുള്ളത്? ശബരിമല ചെന്ന് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് എന്താ കുഴപ്പം? അവിടെ ആരും ചാവുന്നില്ല, അവിടെ ആരും രക്ഷിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. പൊതുബോധം നല്ല പോലെ ഉണ്ട്. അവിടെ നിന്ന് ആ സെൽഫി എടുത്തത് സെൽഫി ഫോട്ടോ അവിടെ കുറച്ച് പേര് നിന്ന് ഫോട്ടോ എടുത്തതിനകത്ത് ഇത്ര വലിയ കലിപ്പുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ല. ആനാണ്ട് വലിയ സംഭവമാക്കി എടുത്തുകൊണ്ട് പോയി. ഇവിടേക്ക് എന്തോ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനം ഉണ്ടല്ലോ. ഇതെങ്ങനെ വരുന്നിത്? പല കാര്യങ്ങൾ. ഇപ്പോൾ ഈ സഞ്ജു ടെക്കി എന്ന് പറഞ്ഞവൻ്റെ വണ്ടി വെള്ളം കണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് അവർ കാണിച്ചു കൂട്ടി ആജീവനാന്തകാലം ലൈസൻസ് കട്ട് ചെയ്യുന്ന പോലത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നിടത്തൊക്കെ ഒരു കണ്ണിപ്പൊടി ഇടുന്ന പരിപാടിയുണ്ട്. ഒരു പ്രഹസന നാടകം നടക്കുന്നുണ്ട്. ഇതൊക്കെ പ്രഹസനങ്ങളല്ല എന്ത് പറയണം? മനുഷ്യരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ ഇടപെടുക, എന്നിട്ട് അത് ഭയങ്കര പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇവിടെ കിടന്ന് വാർത്ത സൃഷ്ടിക്കുക, എന്നിട്ട് എന്തോ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കള്ളത്തരങ്ങൾ ഉണ്ടാക്കുക. എന്നാൽ ഇവിടെ ഡെയിലി എന്തോരം പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഈ പോലീസിൻ്റെ തന്നെ ക്രൈംസ് 2 ലക്ഷത്തിന് മേളിൽ രജിസ്റ്റർ ആയെന്ന് പറയുമ്പോൾ അതിനിടയിൽ ഈ വാർത്തകളിൽ വന്ന സംഭവങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊന്നും വാർത്ത പ്രാധാന്യം ഇല്ല. അല്ലെങ്കിൽ ഇതിന് ഇത്ര അറ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളിടത്തു നിന്നാണെന്നറിയാം ഈ ഒരു ശ്രദ്ധ ഇവിടെ പോകുന്നത്. അത് എന്തൊരു ശ്രദ്ധയാണെന്ന് മനസ്സിലാവില്ല. ഈ ചെയ്തതിനകത്തൊരു തെറ്റും ഇല്ല. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരെ മറിച്ച് അവിടെ ഈ പട്ടാള വേഷവും ധരിച്ച് ചെന്ന് ഒരു സിനിമാ നടൻ ഒപ്പിച്ചെടുത്ത പട്ടാളക്കാരുടെയും കൂടെ സമയം കളഞ്ഞ് ജീവൻ രക്ഷിക്കുന്നതിനിടയിൽ ഒന്നാലോചിക്കും. ഒരു ഡോക്ടർമാർ ഇത്തിരി പരിപാടി കാണിച്ചാൽ, ഒരു സർജറി നടക്കുന്നതിനിടയിൽ ഡോക്ടറിൻ്റെ വേഷം കെട്ടി ഒരു സിനിമാടൻ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വന്ന് ഡോക്ടർമാരെല്ലാം മാറി നിന്ന് സെൽഫി എടുത്ത് കഥയും പറഞ്ഞ് സർജറി എന്ന് പറഞ്ഞാൽ ഇതാ ചെയ്യുന്നതെന്ന് കാണിച്ചും കൊടുത്തിട്ട് ആ പേഷ്യൻ്റ് മരിച്ചു പോകുന്ന അവസ്ഥയെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഇടുമ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം ആരും പറയുന്നുമില്ല. എല്ലാവരും മിണ്ടായിരിക്കുന്നു. മീഡിയ അടക്കം അത് ഹൈഡ് ചെയ്ത് അവിടെ നടന്ന സംഭവങ്ങൾ. ഇവർ ആ പാലത്തെ കയറി നിന്നിട്ട് പാലം തകരുമെന്ന് പറഞ്ഞ് മിലിറ്ററി അനൗൺസ് ചെയ്യേണ്ടി വന്നു. അവർ ആ പാലത്തെ നിറക്കേണ്ടി വന്നു, മീഡിയക്കാരെ, മോഹൻലാൽ ടീമിനെയൊക്കെ. അത് കഴിഞ്ഞ് വഴി അടഞ്ഞു നിന്നപ്പോൾ നാട്ടുകാർ ചീത്ത വിളിച്ചു. ഇതൊന്നും പറഞ്ഞിട്ടില്ല, കണ്ടവരാരും മിണ്ടുന്നുമില്ല. ആ നാട്ടിൽ ആരെങ്കിലും ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നവരൊന്ന് കമൻറ്റെങ്കിലും ഇടാവോ, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാവോ ഇങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട്? നമ്മൾ ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള മീഡിയക്കാർ പോയപ്പോൾ കണ്ട കാര്യങ്ങൾ അത്. ആ തിക്കിനും തിരക്കിനും ഇടയ്ക്ക് ഒരു നാഷണൽ മീഡിയ ഒരുത്തൻ ഈ ചെളിക്കകത്ത് വീഴുന്നു, ക്യാമറ ഉൾപ്പെടെ, എന്നിട്ട് അവനെ പട്ടാളം പൊക്കുന്നു. ഇങ്ങനത്തെ സംഭവങ്ങൾ അവിടെ നടക്കാൻ പാടില്ലാത്തതാണ്. ലോകത്താദ്യമായിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇങ്ങനൊരു തടസ്സം നേരിട്ടിരിക്കുന്നത്. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നീ അധിക്ഷേപിച്ചെന്നാണ് പറയുന്നത്, മിലിറ്ററി അധിക്ഷേപിച്ചെന്ന് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് ഇമാതിരി ഉടായ്പ കാണിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ ഈ ശബരിമലയിൽ അവിടെ ഡ്യൂട്ടി ടൈം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഡ്യൂട്ടി ടൈം ആയിരിക്കത്തില്ല, അല്ല എന്തെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയ സമയത്ത് കുറച്ച് പേർ അവരുടെ ചെറിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിനകത്ത് എവിടെ ഇത്ര വലിയ കുറ്റകൃത്യം, കള്ളക്കേസ് ഉണ്ടാക്കുന്നു, കൈക്കൂലി മേടിച്ചിട്ട് അനാവശ്യം മൊത്തം കാണിക്കുന്നു, ഇവരെല്ലാം ഫ്രീ ആയിട്ട് നടക്കുന്നു. അവിടെ കുറച്ച് പാവപ്പെട്ടവർ അവിടെ കിടന്ന് കഠിനാധ്വാനം ചെയ്യുന്നതിനിടയിൽ അവരുടെ ആഗ്രഹമായിരിക്കും. അതിനെയൊക്കെ ഇത്രമാത്രം അങ്ങ് എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ഇതിൻ്റെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെ പിടിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കോടികളുടെ തട്ടിപ്പ്, കോടികളുടെ അഴിമതി, സ്വർണ്ണക്കടത്ത്, കഞ്ചാവ് കടത്ത്, മയക്കുമരുന്ന് കച്ചവടം, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും ഒരു സൈഡിൽ. ഈ പറഞ്ഞ മെയിൻ ആൾക്കാർ ഈ നാടിൻ്റെ എന്തൊക്കെയാ കുട്ടിച്ചോറാക്കാൻ വരുന്നത് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ആരും കാണുന്നില്ല. അവരെ ആർക്കും വേണ്ടേ? അതെന്താ അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത? എത്ര അഴിമതികളാണ് നടന്നിരിക്കുന്നത്. അതിനിടെയാണോ ഈ ഒരു തിരുവല്ലയിൽ ഒരു ഗവൺമെൻറ് ഓഫീസിലെങ്ങാണ്ട്, മുനിസിപ്പാലിറ്റിയിൽ പിള്ളേരെങ്ങാണ്ട് ഇടയ്ക്കൊരു ഞായറാഴ്ച ദിവസം ഡ്യൂട്ടിക്ക് വന്നിട്ട് ലഞ്ച് ബ്രേക്കിനിടയിലെങ്ങാണ്ട് ഒരു റീലെടുത്തത് വിഷയമാക്കിക്കൊണ്ട് ഭയങ്കര വലിയ സംഭവം ചെയ്യാൻ ഒരാളവിടെ ഇരിപ്പുണ്ടാണ്. അതുപോലെ ഇവിടെ ആരോ ഇരിപ്പുണ്ട്, ഇവിടെയൊക്കെ ആരോ ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇത്തിരി ഒരുമാതിരി
അയാളുടെ വിചാരം അയാൾക്ക് എന്തോ ബുദ്ധി ഉണ്ടെന്നാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണോ മനുഷ്യരോട് ഇടപെടുന്നത്? ശേ, എന്തൊരു അധപ്പതിച്ചെന്ന് നോക്കി. അയ്യേ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആക്സിഡൻസ് നടക്കുന്നത് ഒത്തിരി വിചിത്രമായ ആക്സിഡൻസ് നടന്നു. റോഡ് സൈഡിലെങ്ങാണ്ട് ഉറങ്ങിക്കിടന്നെന്ന് പറഞ്ഞ് ലോറി ഇടിച്ച് കയറുന്നു. അവൻ്റെ ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യുമായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പക്ഷെ എന്നാലും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. സഞ്ചുട്ടക്കിയുടെ വെള്ളം കൊണ്ട് ഇവിടെ പ്രളയം ഉണ്ടാവും, അങ്ങനെ പ്രളയത്തിൽ കൊച്ചി ഒഴുകി പോകുമെന്നൊക്കെ പറഞ്ഞ് കണ്ടെത്തിയവർക്ക് ആർക്കും ഇതേപോലത്തെ അപകടങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റോഡിലുണ്ടാകുന്ന റോഡ് സിസ്റ്റം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അപകടം. റോഡ് കണ്ടീഷൻ കൊണ്ടാണ് പിന്നത്തെ അപകടം. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ, അതുപോലെ തന്നെ വണ്ടി ഓവർലോഡ്, ലെങ്ത്, ഈ പറഞ്ഞ പോലെ ലെങ്തിലും ഹൈറ്റിലും ഒക്കെ വ്യത്യാസം. അത് ലിമിറ്റിന് അപ്പുറത്തോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നു, വെയിറ്റ് കൂട്ടിക്കൊണ്ട് പോകുന്നു, ഓവർലോഡഡ്. ബസ്സൊക്കെ എന്തോ കിടന്ന് കാണിക്കുന്ന റോഡിൻ്റെ കണ്ടീഷൻ എന്താ? ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ കുഴിക്കകത്തോട്ടൊക്കെ വീഴും ആൾക്കാർ, എന്നിട്ട് മരിക്കുക. അതിനൊന്നും ഇല്ലാത്തൊരു കുഴപ്പം കണ്ടെത്തുന്ന ഒരു പ്രത്യേക ഒരാൾക്കാർ ആരാന്ന് എനിക്കറിയത്തില്ല. ആരാണേലും മിടുക്കരാ. നിങ്ങൾക്ക് ഒരു സ്വയം ഒന്ന് ചിന്തിച്ചുകൂടെ? എന്താ കറക്റ്റ് ചെയ്യേണ്ടത്? കളിപ്പിച്ച് ജീവിക്കുവാണോ? ആരെയും പറ്റി ജീവിക്കുന്നത്? സ്വയം പറ്റിക്കുവാണോ? ഇവരുടെയൊക്കെ ഒരു വിചാരം ഇവരുടെ മക്കളും അങ്ങ് സുഖമായിട്ടിരിക്കുമെന്നാ. ഈ പറ്റിക്കലിൻ്റെ എഫക്റ്റ് കണ്ടോണം നിങ്ങൾക്ക് കറങ്ങി വരും. ഇത് ഈ റൗണ്ടിൽ എല്ലാവർക്കും ഇതേ കിട്ടത്തുള്ളൂ, കൂടുതലും കുറവൊന്നുമില്ല. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ. അവിടെയാണ് ഇവർക്ക് തെറ്റുന്നത്. ഇങ്ങനെ തെറ്റ് തന്നെ ഇവിടെ നിന്ന് കളിപ്പിച്ചു, ഞാൻ പറ്റിച്ചു, ഞാൻ മെടുക്കനായി. അപ്പുറത്ത് അതേപോലെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറെ സാധനം. ഇപ്പുറത്ത് ഇവൻ തിന്നുന്നതിനകത്ത് വരെ നടക്കുന്നതിൻ്റെ കാരണക്കാരാണ് ഇതൊക്കെ. നമ്മളെല്ലാം തിന്നുന്നതിനകത്ത് ഈ പ്രശ്നമുണ്ട്. ഇത്രയും പൊള്യൂട്ടഡ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ജീവിക്കേണ്ടി വരുന്നതിന് കാരണം തന്നെ ഇത്തിരി എല്ലാവരോടും ഒന്നിച്ചുള്ള പ്രവർത്തനം. അല്ലാതെ ഇതൊന്നും കുറച്ച് പേര് കൂടി ചെയ്യാവുന്ന പണികളൊന്നുമല്ല. അത്രയും കണ്ടാമിനേറ്റഡ് വാട്ടർ, എയർ, ഫുഡ്, വിഷം, ഇതെല്ലാം അവിടെ തിന്ന് കിടന്ന് കഷ്ടപ്പെടുക. എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത് അതിനിടെ കണ്ടുപിടിക്കുക ഓരോരുത്തർ. ശാസ്ത്രജ്ഞന്മാർ കുറേ അലവലാദികൾ, അവല അല്ലേ, എന്തല്ലേ, ആരായിരിക്കും ഇതൊക്കെ പൊക്കിക്കൊണ്ട് പോയത്? എനിക്കറിയത്തില്ല. ഇതിനൊക്കെ ശ്രദ്ധ കൊടുക്കുന്നവർ മറ്റൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവരെവിടെ കൂടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത്? നിങ്ങളിങ്ങനെ പറന്നു വരുവാണോ? ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കാണുന്നില്ലേ ഒന്നും? അല്ല, കഴിക്കുന്ന ആഹാരത്തിലും ചുറ്റുപാടും എന്തിനാ റോഡിൽ കൂടെ വരുമ്പോൾ ആൾക്കാരെ കാണരുത്? റോഡിൽ ഇങ്ങനെ കിടക്കുന്നതൊക്കെ അതൊന്നും കണ്ടില്ലേ? ഇവരിതൊന്നും കാണത്തില്ല. ഫോട്ടോ യൂട്യൂബിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്ന ഫോട്ടോയാണ് കാണുന്നത്. റിയൽ ലൈഫിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും ഇവർ കാണുന്നില്ലെന്ന് ഇവർ യൂട്യൂബിൽ എന്തോ പറഞ്ഞു, ഫോട്ടോ എടുത്തിട്ടോ. ഇത് നോക്കാൻ ആരോ ഇരിപ്പുണ്ട്. ഇതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. പോലീസുകാരൊക്കെ ആണെങ്കിലും എങ്ങനെയാലും മീഡിയയിൽ വരണം, സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ സിനിമാടനെയൊക്കെ ആരാധിക്കുന്നു, അവരെ വിളിക്കുമ്പോഴത്തേന് ചുരുങ്ങിപ്പോകുന്നു. ഇതൊക്കെ എന്തുവാ? അയ്യേ, എന്തോ ഇത്? എവിടെ ഒരു കുഴപ്പമുണ്ട്? ഈ റീൽസൊക്കെ ഉണ്ടാക്കിയിട്ട് അത്ര വലിയ കാര്യമൊന്നും അല്ല, അങ്ങനെ ആക്കണ്ട. അതിപ്പോൾ പെട്ടെന്ന് മാറുമായിരിക്കും. പക്ഷേ എങ്കിലും അങ്ങനെ വിചാരിച്ച് പോകുന്ന ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉന്നത പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മീഡിയയിലൊക്കെ വന്ന് ടി വിയിലൊക്കെ കണ്ടു എന്ന് പറയുന്നിടത്ത് ആ ഓൾഡ് ജനറേഷൻ ആയതുകൊണ്ടായിരിക്കാം. പുതിയ ആൾക്കാർ വരുമ്പോൾ മാറും. ഈ പഴയ ആളുകൾക്ക് ടി വി കാണുന്നതൊക്കെ വലിയ കാര്യമല്ലേ, അവരുടെ ഫോട്ടോ എടുക്കുന്നത് തന്നെ വലിയ കാര്യമായിരിക്കും. അപ്പോഴാണ് വാർത്താ ചാനലിലൊക്കെ വരുന്നത്. അങ്ങനത്തെ ഇടുങ്ങിയ ചിന്താഗതിക്കാരായ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും. നമുക്കിത് വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ വന്നപ്പോൾ തൊട്ട്, അല്ല അതിന് മുമ്പ് എനിക്ക് ഫോട്ടോയുടെ ഈ മറ്റേ SLR ഫോട്ടോ എടുക്കുന്ന അസുഖം ഉണ്ടാകും. ഫിലിമൊക്കെയാണ്, DSLR അല്ല അതിന് മുമ്പ്. അതുകൊണ്ട് അന്ന് തൊട്ട് DSLRൻ്റെ ഒരു പരുവം കഴിഞ്ഞപ്പോൾ എനിക്ക് ക്രേസ് പോയി, ഞാൻ വിട്ടു. അത് അന്നൊക്കെ ഉണ്ടാകുന്ന അതേ അവസ്ഥയാണ് ഇവർക്കും തോന്നുന്നു. എന്നാൽ ഇവർക്കൊരു ക്യാമറ ഒക്കെ മേടിച്ച് സ്വന്തമായിട്ട് എടുത്തൂടെ? നമ്മളൊക്കെ അങ്ങനെ ചെയ്തത്. അല്ലാതെ വല്ലവനും നെഞ്ചത്ത് കയറിയിട്ടാണോ ആൾ കളിക്കാൻ വരുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാമല്ലോ. ഓരോ കണ്ടുപിടുത്തം. എന്നാലും പോലീസുകാരെ നിങ്ങളൊരു അവസ്ഥ എല്ലാവരും അല്ലേ. അതാ പറയുന്നത്, കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഫോട്ടോ എടുത്ത് കളിക്കുക. എന്നെ ലോക്കപ്പ് നിർത്തി ഫോട്ടോ എടുത്ത് കളിച്ചു 3-4 വലിയ മാന്യന്മാർ. ഭയങ്കര മിടുക്കരാണ് അവർ. ഭയങ്കര മിടുക്കരെന്ന് പറഞ്ഞാൽ എന്തോ മിടുക്കുള്ള പോലെ അവർക്ക് തോന്നി. അല്ലാതെ വേറെ എന്ത് പറയാനാണ് ഇവരെയൊക്കെ? നിവൃത്തികെട്ട കുറേ മനുഷ്യർ. തീട്ട വിലയായിപ്പോ സത്യം പറയാമല്ലേ. വെറും എന്താ പറയുക, എനിക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ പരിപാടി എന്തോ. അത് വെറും എന്താ പറയുക, ഒരു ബോധമില്ലാത്ത തരം പരിപാടികൾ. ബോധം വേണ്ടേ മനുഷ്യന്?
അല്ല, ഇങ്ങനെ ചെയ്യത്തില്ല. ഞാനിത് കഴിഞ്ഞപ്പോൾ അന്വേഷിക്കുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇത്രയും ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേരള പോലീസ് എങ്ങനെ സമയം കണ്ടെത്തും എന്നുള്ളതാണ് എനിക്കറിയാത്തത്. ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ തെളിവ് നോക്കി ഒരു ദിവസം മുഴുവൻ ഒരു വണ്ടിയും 4 പോലീസുകാരും ഇത് പറഞ്ഞ ഇവിടുന്ന് ഒരാൾ വന്നാൽ ഒരാൾ സ്കൂട്ടർ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ട് ഇവിടെ കയറി എടുത്തുകൊണ്ട് പോകുന്ന കാര്യമുള്ളൂ. അതിന് ഇത്രയും കിലോമീറ്റർ വരണം എന്ന് അവരെ വിശ്വാസമില്ല ഇവർക്ക്. സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു ദിവസം ഒരു വണ്ടി ഓടി കളിക്കുക, റോഡിൽ കിടന്ന് കളിക്കുക ഇവർ കിടന്ന്. അത്രയും മണ്ടത്തരങ്ങൾ ചെയ്യുന്നവർ, അത്രയും മറ്റെന്തെല്ലാം പ്രധാനപ്പെട്ട കേസുകളുണ്ടാവും. അതിനിടയിൽ യൂട്യൂബിൽ എന്തോ പറഞ്ഞെന്ന്. അങ്ങനെ എന്ത് നഷ്ടം ഇവിടെ ലോകത്തുണ്ടായത്? ഇവിടെ ജനങ്ങൾക്ക് മുഴുവൻ നഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളെല്ലാം അവഗണിച്ചിട്ട് ക്രിമിനൽസിനെ വെറുതെ വിടുക എന്നല്ല പറഞ്ഞത്, 2-3 ദിവസം കൂടെ റെസ്റ്റ് കൊടുത്തിട്ട് എൻ്റെ പുറകെ നടന്നെന്ന്. അത്രയും സ്പേസ് അവർ കളയുന്നു, ടൈം വേസ്റ്റ് ചെയ്യുന്നു, പെട്രോൾ വേസ്റ്റ് ചെയ്യുന്നു. മീഡിയ അതിന് പുറകെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിയെ കണ്ടെത്തിയേക്കുന്നു. എന്തോ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാ പറഞ്ഞത്, പക്ഷേ അത് സിറ്റുവേഷൻ വേറെയാണ്. മനസ്സിലായോ? മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നതിന് മുന്നിൽ കയറി നിന്ന് മരിച്ച് കിടക്കുന്ന ശവക്കൂമ്പാരത്തിൻ്റെ മണ്ടയ്ക്ക് നിന്ന് സെൽഫി എടുത്ത് പട്ടാള വേഷം കെട്ടി കോമാളി കളിച്ചവനെയൊക്കെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും പറയണ്ടേ? അല്ല, എങ്ങനെ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുമോ? ഏതെങ്കിലും പൊട്ടന് മനസ്സിലായാന്നോ? ഈ ചെയ്ത പൊട്ടനെങ്കിലും മനസ്സിലാക്കണ്ടേ? ചെയ്ത പൊട്ടന്മാർ മൊത്തത്തിൽ എല്ലാവർക്കും മനസ്സിലാവണ്ടേ? അവന്മാർക്ക് മനസ്സിലായിരുന്നവർ പോകത്തില്ല. ഇനിയും പോകരുത്, ഒരിക്കലും ഒരു കാരണവശാലും പോകരുത്. ലാസ്റ്റ് ടൈം. ഇനി ഒരു കാരണവശാലും ഒരു തെണ്ടിയും പോകരുത് ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട്. എന്തായാലും അവിടെ പരിപാടി ഇങ്ങനത്തെ ആരെങ്കിലും രക്ഷിക്കുന്നിടത്തോട്ട് അനാവശ്യമായിട്ടൊരു തെണ്ടിയും വലിഞ്ഞ് കയറരുത് അവിടെ. അതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ. അതറിയാത്തവന്മാർക്ക് നേരെ പറഞ്ഞാൽ ഒന്നും ഇവന്മാർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു അപ്പം തന്നെ അതിന് ഇടയെന്നൊരു വാക്ക് കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കുക. ഇവിടെ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് ഞാൻ എഴുതി വെച്ചേക്കുവാ പോലീസ്. നാണമുണ്ടോ? ഇവന്മാരപ്പോൾ എന്തോ സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്നായിരിക്കും എഴുതി വെച്ചേക്കുന്നത്, ആർക്കറിയാം. അയ്യപ്പൻ്റെ കിണ്ടി അടിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചെന്നായിരിക്കും. അവിടെ കിണ്ടി വെച്ചിട്ടുണ്ടാവും കാല് കഴി, അതടിച്ചുകൊണ്ട് പോയെന്ന്. ശരിയെന്നാ.